ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു അടയാണ്. ഇത് നമ്മൾ പഴുത്ത പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമ്മൾക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കരയൊന്ന് അലിയിച്ചെടുക്കാം. അതിനായിട്ട് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് തിളപ്പിച്ച് അലിയിച്ചതിന് ശേഷം അരിച്ച് നമ്മൾക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. മധുരം നോക്കിയതിന് ശേഷം നമ്മൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. നോക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒരു ഇരുമ്പിൻ്റെ അരിപ്പയിൽ കൂടെ അരിച്ച് ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 200 ഗ്രാം സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത സേമിയ ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത സേമിയ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത സേമിയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. സേമിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഏകദേശം 7 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ചില ടൈപ്പ് സേമിയ ചിലപ്പോൾ നേരത്തെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്യണം വെന്തോ എന്നുള്ളത്. ഞാനിവിടെ വേവിച്ചപ്പം 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഞാനിവിടെ ഇതേപോലത്തെ ഹോൾസിലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സേമിയ നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതായത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് നേരം പൈപ്പിലെ വെള്ളം ഒന്ന് തുറന്നു വിട്ട് ഇതേപോലെ കൈവച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിയുമ്പം ഇതിൻ്റെ ചൂടാറും. അപ്പം നമ്മൾക്ക് പിന്നെ കൈവച്ചിളക്കാൻ കുഴപ്പമുണ്ടായിരിക്കത്തില്ല. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം നമ്മളുടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അട തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല, ഏത്തപ്പഴം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഇത് കുറച്ച് നേരമായിട്ട് നെയ്യിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് തേങ്ങ ചിരവിതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടെ വഴറ്റി കൊടുക്കുക. നെയ്യിൽ വഴറ്റുമ്പം പ്രത്യേക ഒരു മണവും സ്വാദും ഈ അടയ്ക്ക് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കരയാണ്. മുഴുവനായിട്ട് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പഴം പിന്നെ വെന്തുടയത്തില്ല. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചു വെച്ചതാണ്. ഇനി ഇതിൻ്റെ സ്വാദൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയതുകൊണ്ട് ഇത് തീരെ ഒട്ടിപ്പിടിച്ച് കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾക്ക് മധുരമൊക്കെ നോക്കാം. മധുരം കുറവാണെങ്കിൽ ശർക്കര നീര് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് വാഴയില ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത പീസുകൾ വേണം. അതിനകത്തേക്ക് ഇത് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മടക്കി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് അട പോലെ നല്ല പാകത്തിൽ വന്ന് കാണും. അത്രയേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ അട തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്